الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما സ്നേഹമുള്ള വിശ്വാസികളെ, നമ്മേറെ ഇഷ്ടപ്പെടുന്ന സർവശക്തനായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് വളരെ ഗൗരവത്തിൽ ഉണർത്തുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. എപ്പോഴും സന്തോഷം നിറഞ്ഞ ഒരു മനസ്സിന് സമാധാനം ലഭിക്കുന്ന തരത്തിലുള്ള ജീവിതം നയിക്കാൻ വേണ്ടി നാം ശ്രമിച്ചു കൊണ്ടിരിക്കാറുണ്ട്. സന്തോഷം ലഭിക്കാൻ വേണ്ടി ദുനിയാവിലെ കാര്യം എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ പോലും ചിലർ വിചാരിക്കുന്നത് സമ്പത്തുണ്ടെങ്കിൽ വളരെയധികം സന്തോഷിക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നവരുണ്ട്. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കുക, ഒരുപാട് സമ്പത്തുള്ള ആളുകൾക്ക് പോലും ഒരു മനസ്സമാധാനത്തോടു കൂടി ജീവിക്കാൻ സാധിക്കാതെ, ഒരു മനുഷ്യൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കാൻ പോലും സാധിക്കാതെ എല്ലാ ദിവസവും ടെൻഷൻ അടിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. പക്ഷെ നേരെ തിരിച്ചു നമ്മൾ ആലോചിച്ച് നോക്കിയട്ടെ, വലിയ സമ്പത്തൊന്നുമില്ല, പക്ഷെ അയാളെ കണ്ടാൽ എപ്പോഴും എന്താണ്, ഒരു മുഖത്തൊരു പുഞ്ചിരിയാണ്, ഒരു സമാധാനത്തോടു കൂടി ജീവിക്കുന്നതായി ആ മനുഷ്യനെ കാണുവാൻ സാധിക്കും. പറഞ്ഞത്, മനസ്സിനുള്ളൊരു സമാധാനം ലഭിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ സന്തോഷത്തോടു കൂടി ജീവിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ ജീവിതത്തിലെ
ഏറ്റവും വലിയൊരു പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഫിർഔനിന്റെ അടുത്ത് പോയിക്കൊണ്ട് പ്രബോധനം ചെയ്യാൻ പറയുന്ന ഒരു രംഗമുണ്ട്. ആ സമയത്ത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പറയുന്നൊരു വാക്ക്, റബ്ബിശ്റഹ്ലി സ്വദ്രി, എൻ്റെ ഹൃദയത്തിന് വിശാലത നൽകണമെന്നാണ്. ഹൃദയത്തിന് വിശാലത ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ സന്തോഷം ഉണ്ടാകുക, മനസ്സിനൊരു സമാധാനം നമുക്ക് ലഭിക്കുക. മനസ്സ് എന്നുള്ളത് നമ്മളെ പലപ്പോഴും തിന്മ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചു കൊണ്ടേയിരിക്കും. നന്മ ചെയ്യുന്നതോടൊപ്പം തന്നെ അതാണല്ലോ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ മുമ്പിലുണ്ടായിരുന്ന ഒരു വലിയൊരു സാഹചര്യം മുമ്പിൽ നിർത്തിക്കൊണ്ട് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, വമാ ഉബർരിഉ നഫ്സി ഇന്നൻ നഫ്സ ലഅമ്മാറത്തുൻ ബിസ്സൂ ഇല്ലാ മാ റഹിമ റബ്ബി. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്, ഞാൻ എൻ്റെ നഫ്സിനെ മാറ്റി നിർത്തുന്നില്ല. ഒരു വലിയൊരു സാഹചര്യത്തിൽ ഒരു സ്ത്രീയുമായി ഒറ്റപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായപ്പോഴും ആ തിന്മയിൽ നിന്ന് മാറി നിൽക്കുകയാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തത്. എന്നിട്ട് പറയാണ്, തീർച്ചയായും നഫ്സ് എന്ന് പറയുന്നത്, മനസ്സ് എന്ന് പറയുന്നത് അത് തിന്മയെ പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന, ഇല്ലാ മാ റഹിമ റബ്ബി, എൻ്റെ റബ്ബിൻ്റെ കാരുണ്യം കിട്ടിയവരൊഴികെ. അല്ലാഹുവിൻ്റെ കാരുണ്യം കിട്ടിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു മനസ്സിന് സമാധാനം ഉണ്ടാവും, സന്തോഷത്തോടു കൂടി ജീവിക്കുവാൻ സാധിക്കും എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. സഹോദരന്മാരെ, നമ്മൾ ചിന്തിക്കേണ്ടത് മനസ്സിനൊരു സമാധാനം ലഭിക്കാൻ വേണ്ടി പണ്ഡിതന്മാർ പഠിപ്പിച്ചു തന്നിട്ടുള്ള ചില കാര്യങ്ങൾ, പരിശുദ്ധ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ മനസ്സിനൊരു സമാധാനം ലഭിക്കണമെങ്കിൽ എന്തൊക്കെ നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരണം എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, നാം ജീവിക്കുകയാണെങ്കിൽ അള്ളാഹുവിന് വേണ്ടി മാത്രം ജീവിക്കണം. അള്ളാഹുവിന് വേണ്ടി എന്തെങ്കിലും ജീവിക്കണം. എല്ലാം അള്ളാഹുവിന് സമർപ്പിച്ച് എൻ്റെ റബ്ബ് എൻ്റെ കൂടെയുണ്ട് എന്ന വിശ്വാസത്തോടു കൂടി തൗഹീദ് അനുസരിച്ച് കൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിച്ചാൽ മനസ്സിന് സമാധാനം ഉണ്ടാവും. തൗഹീദ് ഇല്ലാത്ത ഒരാൾക്ക് സമാധാനം ഉണ്ടാവില്ല. കേവലമായ ഒരു സമാധാനം എന്നുള്ളതല്ലാതെ ഒരു ശാശ്വതമായൊരു സമാധാനം ഉണ്ടാവില്ല. സഹോദരന്മാരെ, ഇസ്ലാം ആകുന്ന മതത്തെ മുറുകെ പിടിച്ച് തൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ എല്ലാം സമർപ്പിച്ച് ജീവിക്കാൻ സാധിക്കണം. അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു പറഞ്ഞത്, ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം, നീ ഒരു മുസ്ലിം ആവണം എന്നാണ് പറഞ്ഞത്. മുസ്ലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് യഥാർത്ഥത്തിൽ? എല്ലാം അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുന്ന ഒരു വ്യക്തിയായി തീരുക. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മറുപടി, ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. പിന്നെ ഞാൻ ആലോചിക്കാന്നല്ല പറഞ്ഞത്, ഞാനൊന്ന് ചിന്തിക്കട്ടെ എന്നല്ല പറഞ്ഞത്, മറിച്ച് ഞാൻ എൻ്റെ റബ്ബിന്, ലോകത്തിൻ്റെ രക്ഷിതാവിന് മുമ്പിൽ എന്ത് ചെയ്യാണ്? ഞാൻ എല്ലാം സമർപ്പിക്കുകയാണ്. അങ്ങനെയുള്ളൊരു മനസ്സുകൊണ്ടാണ് മകനെ അറുക്കാൻ വേണ്ടി അള്ളാഹു ആവശ്യപ്പെട്ടപ്പോൾ, സ്വപ്നം കൊടുത്തപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്തത്? മകനെ വിളിച്ചിട്ട് പറയാണ്, മോനെ നിന്നെ അറക്കാൻ വേണ്ടി നിന്റെ റബ്ബ് പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പൊ മകന്റെ മറുപടി എന്താണ്? ഇഫ് അൽ മാ തുമർ. ഇപ്പൊ അല്ല എന്താണ് പറഞ്ഞത്? അത് ചെയ്തോളാന്ന്. നോക്കിയട്ടെ, അപ്പൊ റബ്ബിന്റെ മുമ്പിൽ എല്ലാം സമർപ്പിക്കുവാൻ നമുക്ക് സാധിച്ചാൽ, അഖ്ലിസ് നഫ്സക ലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടി നിന്റെ നഫ്സിന് എന്ത് ചെയ്യണം? ഇഖ്ലാസോട് കൂടി ഏത് പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സമയത്താണെങ്കിലും ഏത് സമയത്തും അള്ളാഹുവിന് വേണ്ടി ജീവിക്കാൻ നമുക്ക് സാധിച്ചാൽ, നാട്ടുകാർക്ക് വേണ്ടിയിട്ടല്ല, അല്ലാതെ മക്കൾക്ക് വേണ്ടിയിട്ടല്ല, മറിച്ചോ എൻ്റെ റബ്ബിന് വേണ്ടി ഞാൻ ജീവിക്കും. അതാണ് വേണ്ടത്. എൻ്റെ റബ്ബ് എന്നെ ഏൽപ്പിച്ച കാര്യങ്ങൾ ഞാൻ ചെയ്യും, അതിലൂടെ എനിക്ക് സമാധാനം ലഭിക്കുന്ന. ചില ആളുകളൊക്കെ പറയാറുണ്ടല്ലോ, ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. ഒരുപാട് കാലം മക്കൾക്ക് വേണ്ടി അധ്വാനിച്ച് ജീവിച്ചു, അവസാനം അവൻ വലുതാകുന്ന സമയത്ത് ആ മകൻ തന്നെ പിതാവിനെ താങ്ങാകാതെ നിൽക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയില്ല. സഹോദരന്മാരെ, മനുഷ്യൻ കൈവിടും, പക്ഷെ റബ്ബ് ഒരിക്കലും കൈവിടൂല. അള്ളാഹുവിന് വേണ്ടി ജീവിക്കാൻ സാധിച്ചാൽ ഒരിക്കലും അള്ളാഹു നില കൈവിടൂല എന്നുള്ളൊരു മനസ്സ് നമുക്ക് എന്തെങ്കിലും ഉണ്ടാവണം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അള്ളാഹു എന്താണെന്ന് വെച്ചാൽ ഈമാനിന്റെ വെളിച്ചം എന്തെയും പടച്ചോൻ ഇട്ടുതരും. ഏത് സമയത്തും റബ്ബിനെ ഓർത്താൽ ഈമാനിന്റെ വെളിച്ചം നമുക്ക് എന്തെങ്കിലും ലഭിക്കും, ഉറപ്പാണ്, യാതൊരു സംശയമില്ല. ഇപ്പൊ രാവിലെ ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയത്ത് അള്ളാഹുവിനെ ഓർക്കുകയാണ്, പള്ളിയിലേക്ക് വരുന്ന അള്ളാഹുവിനെ ഓർക്കുകയാണ്. ഏത് സമയത്തും യാത്രയിലാണെങ്കിലും
അള്ളാഹുവിനെ ഓർത്തുകൊണ്ടേയിരിക്കുക. ഇസ്ലാമാകുന്ന മതത്തെ നാം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഈമാനാകുന്ന വെളിച്ചം തെയ്യം നമുക്ക് നഷ്ടപ്പെടും, ഉറപ്പാണ്. അങ്ങനെ ഒരുപാട് ആളുകളെ കാണുവാൻ സാധിക്കും. ഒരു കാലത്ത് നല്ലൊരു മുസ്ലിമായി ജീവിച്ച് വളർന്ന മനുഷ്യൻ പിന്നെ ഈ ഇസ്ലാമിനൊക്കെ വിട്ട് തോന്നിയാസത്തിൽ കൂടെ നടക്കുന്ന എത്ര ആളുകളുടെ അറിയാം. ഇസ്ലാം തന്നെ വേണ്ട എന്ന് പറയുന്നവർ, ഈ മതത്തെ തന്നെ വെറുക്കുന്ന ഒരവസ്ഥ. അത്തരം ആളുകൾക്ക് എന്തുണ്ടാവില്ല, മനസ്സിന് ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല. ഒരു പക്ഷേ എന്തെയും അവർ പുറമെ എന്തെയും കുറച്ചു കാലം ചിരിച്ചെന്ന് വരും, പക്ഷെ മനസ്സിൻ്റെ അകത്ത് മനസ്സ് നന്നാകുമ്പോഴാണ് മനസ്സറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാൻ ചിരിക്കാൻ സാധിക്കുക. സഹോദരന്മാരെ, അള്ളാഹു പറഞ്ഞല്ലേ, നൂറുൻ അലാ നൂർ യഹ്ദില്ലാഹു ലിനൂരിഹി മയ്യശാ. അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യും, അവന്റെ പ്രകാശം കൊടുക്കുന്ന പറഞ്ഞത്. അള്ളാഹു ഒരാൾക്ക് ഹിദായത്ത് കൊടുക്കണമെങ്കിൽ അത് അള്ളാഹു ഉദ്ദേശിക്കണം. നമ്മൾ ആരും വിചാരിച്ചുകൊണ്ട് കാര്യമില്ല. അള്ളാഹു ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അവന്റെ പ്രകാശത്തെ അള്ളാഹു എന്തെയും വിട്ടുതരും. അള്ളാഹുവിന്റെ പ്രകാശത്തെ നമുക്ക് ലഭിക്കുകയാണെങ്കിൽ അവന്റെ മനസ്സമാധത്തോടു കൂടി ജീവിക്കാൻ സാധിക്കുമെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പറഞ്ഞു, ഫമയ്യുരിദില്ലാഹു അൻ യഹ്ദിഹു യശ്റഹ് സദ്റഹു ലിൽ ഇസ്ലാം. ഒരാൾക്ക് അള്ളാഹു ഹിദായത്ത് കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ അവന്റെ ഹൃദയത്തെ എന്തെയും ഇസ്ലാമിന് വേണ്ടി തുറന്നു കൊടുക്കും എന്നാ പറഞ്ഞത്. ഇശ്റഹ് എന്നാ പറഞ്ഞത്, ഇസ്ലാമിന് വേണ്ടി തുറന്നു കൊടുക്കും. ഒരാൾക്ക് ഹിദായത്ത് കിട്ടിക്കഴിഞ്ഞാൽ അവൻ എല്ലാവിധ തോന്നിയാസത്തിലും എന്തെയും മാറി നിൽക്കാൻ കഴിയുന്ന. അപ്പൊ അള്ളാഹുവിന്റെ വെളിച്ചത്തിന് വേണ്ടി എന്തെയും നമുക്ക് പണിയെടുക്കാൻ സാധിച്ചാൽ മനസ്സിനൊരു സമാധാനം ഉണ്ടാവും, ഉറപ്പാണ്, യാതൊരു സംശയമില്ല. മൂന്നാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ തഹ്സീനു ഇൽമുൻ നാഫിയ, നല്ല വിവരങ്ങൾ ശേഖരിക്കുക. ദുനിയാവിൽ പല വിവരങ്ങളുണ്ട്, പക്ഷെ അതിൽ ഏറ്റവും നല്ല വിവരങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ശേഖരിക്കേണ്ടത്. ഏറ്റവും വലിയ അറിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് തന്നെയാണ്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ അള്ളാഹുവിനെ കുറിച്ച് അറിയണം എന്നാ പറഞ്ഞത്. അതാണ് ലോകത്തെ ഏറ്റവും വലിയ ഇൽമ്. ഏറ്റവും വലിയ അറിവുണ്ടെങ്കിൽ പടച്ചവനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കണം. ആരാണ് റബ്ബ്, ആരാണ് റബ്ബ് എന്ന് കൃത്യമായി എന്ത് ചെയ്യണം, മനസ്സിലാക്കുവാൻ സാധിക്കണം. സഹോദരന്മാരെ, ലോകത്തുള്ള മുഴുവൻ പ്രവാചകന്മാരും സമൂഹത്തോട് പറഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ ഇൽമുണ്ടെങ്കിൽ അത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ഇത് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് എന്ത് ചെയ്യണം, സാധിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവൻ ഒരിക്കലും എന്തില്ല, കഷ്ടപ്പെടൂല, പ്രയാസം അനുഭവിക്കൂല, അവർക്ക് ദുഃഖിക്കേണ്ടി വരില്ല എന്നാണ് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. വിജ്ഞാനം അന്വേഷിച്ചുകൊണ്ടേയിരിക്കണം. നമ്മൾ ആലോചിച്ച് നോക്കിയട്ടെ, അറിവ് കൂടുന്നതനുസരിച്ച് കൊണ്ട് ജീവിതം നമുക്ക് നന്നാക്കാൻ കഴിയുന്ന എത്രത്തോളം അറിവ്. ഒരു ദിവസം ഒരു അറിവെങ്കിലും നമ്മൾ നേടാൻ വേണ്ടി നീ ശ്രമിക്കണം. നമുക്കറിയാലോ, ഒരു ദിവസം ഒരു മിനിറ്റ് ഒരു കാര്യം നല്ലത് കേൾക്കാൻ നമുക്ക് സാഹചര്യം ഉണ്ടല്ലോ. എല്ലാ ദിവസവും രാവിലെ 5 മിനിറ്റ് ഒരു നല്ലൊരു കാര്യം കേൾക്കാൻ നമുക്ക് സമയം കണ്ടെത്താൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ്? നമുക്ക് സമയമില്ല എന്നുള്ളതാണ്. സമയമില്ലാത്തത് കൊണ്ടല്ല, സമയം കണ്ടെത്താത്തത് കൊണ്ടാണ്. എല്ലാ ദിവസവും നമ്മൾ ഒരു അറിവ് നേടണമെന്ന് ആഗ്രഹിച്ചു നോക്കിയാട്ടെ, മനസ്സിനൊരു സമാധാനം ഉണ്ടാവും, ഉറപ്പാണ്, യാതൊരു സംശയമില്ല, ഒരു സംശയമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ബിഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന. ഒരാൾ വിജ്ഞാനം അന്വേഷിച്ചുകൊണ്ട് ഇറങ്ങിയാൽ, ഒരു വിജ്ഞാനം അന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവന് സ്വർഗത്തിലേക്കുള്ള മാർഗ്ഗം എളുപ്പമായി കൊടുക്കുന്ന പറഞ്ഞത്. സ്വർഗത്തിലേക്കുള്ള മാർഗ്ഗമാണ് പറഞ്ഞത്, അല്ലേ? നമ്മളൊരു ഖുർആൻ ക്ലാസ്സിന് പോയി നോക്കിയട്ടെ, ഒരു സമാധാനം ഉണ്ടാവും. ഒരു നല്ലൊരു മജ്ലിസിൽ പോയി നോക്കിയട്ടെ, ഒരു മനസ്സിന് സമാധാനം ഉണ്ടാവും. ഇതിനൊന്നും പോകാതെ ദുനിയാവിൻ്റെ പിന്നാലെ പോയി ദുനിയാവ് മാത്രം അന്വേഷിച്ചു കൊണ്ട് പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം വെച്ചാൽ എപ്പോഴും ടെൻഷൻ ഉണ്ടാവും, എപ്പോഴും ടെൻഷൻ ഉണ്ടാകുക, യാതൊരു സംശയമില്ല. ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കട്ടെ, ഒരു ദിവസം ഖുർആനിന്റെ ഒരു പേജ് ഒന്ന് പഠിക്കാൻ, അതിന്റെ അർത്ഥം അറിയാൻ, അതൊന്ന് പാരായണം ചെയ്യാൻ നമ്മൾ സമയം കണ്ടെത്തുകയാണെങ്കിൽ അതിനേക്കാളും വലിയൊരു സന്തോഷം വേറെ ഉണ്ടാവില്ല സഹോദരന്മാരെ. അതിനേക്കാളും വലിയ സന്തോഷം വേറെ ഉണ്ടാവില്ല. ഇപ്പൊ നമ്മൾ തന്നെ ആലോചിച്ച് നോക്കിയട്ടെ, ഇന്ന് സുബഹയ്ക്ക് ശേഷം എത്ര ആളുകൾ പരിശുദ്ധ ഖുർആൻ ഓതിയിട്ടുണ്ട് എന്നുള്ളത്. എത്ര ആയത്തുകൾ നമ്മൾക്ക് ഓതാൻ കഴിഞ്ഞിട്ടുണ്ട്. ഖുർആനുമായിട്ടുള്ള നല്ലൊരു ബന്ധം നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതൊക്കെ ആണല്ലോ ഏറ്റവും വലിയ ഇൽമു എന്നൊക്കെ പറയുന്നത്. ഒരു ദിവസം ഒരു പേജ് ഒന്ന് ഓതുക, അതിൻ്റെ അർത്ഥം ഒന്ന് വായിച്ചു നോക്കുക, എന്നിട്ട് ആ അർത്ഥത്തിൽ എന്താണ്, ആ ആയത്തിൽ എന്താണ് പറയുന്നത് എന്ന് ആലോചിച്ച് നോക്കുക. അപ്പോഴാണ് ഒരു മനസ്സിന് സമാധാനം. പടച്ചോൻ ഇത് എന്നെ കുറിച്ചിട്ടാണല്ലോ പറയുന്നത്, എനിക്ക് വേണ്ടിയാണല്ലോ ഈ ഖുർആനിന്റെ ആയത്തുകൾ പറയുന്നത്.
അപ്പോഴെന്ത് ചെയ്യും? ജീവിതത്തിനൊരു സമാധാനം ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മരണത്തിന് ശേഷം ഉപകരിക്കപ്പെടുന്നത് എന്താണെന്ന് നല്ല അറിവാണ്, വേറൊന്നുമല്ല. നമ്മുടെ സമ്പത്ത് ഇവിടെ വെച്ചിട്ട് പോകും, നമ്മുടെ കുടുംബം ഇവിടെ വെച്ച് പോകും, എല്ലാവരും നമ്മൾ ഏറെ ഇഷ്ടപ്പെട്ട നമ്മുടെ മക്കൾ, നമ്മുടെ ഭാര്യ, നമ്മുടെ സ്ഥാപനങ്ങൾ എല്ലാം ദുനിയാവിൽ ഇട്ടേച്ചു കൊണ്ടാ പോവുക. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ മാത്തൽ ഇൻസാനു ഇൻഖതഅ അൻഹു അമലുഹു ഇല്ലാ മിൻ സലാത്തിൻ, 3 കാര്യങ്ങൾ ഒഴികെ എന്ന് പറഞ്ഞ കൂട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഇൽമിയും തഫഉ ബിഹി, ഉപകാരപ്രദമാകുന്ന ഇൽമ്, അത് നേടിയാൽ, ജീവിതത്തിൽ അത് നേടിക്കഴിഞ്ഞാൽ ഖബറിലേക്ക് അതും കൊണ്ടേ അവൻ പോകുന്ന പറഞ്ഞത്. ഖബർ എന്ന് പറഞ്ഞ സഹോദരന്മാരെ, ഖബറിൽ സന്തോഷമുണ്ട്, ദുഃഖമുണ്ട്, ടെൻഷനും ഒക്കെ ഉണ്ട്. അതുണ്ടാവുമല്ലോ. എങ്ങനെ? ദുനിയാവിൽ നമുക്ക് സന്തോഷമുണ്ട്, ടെൻഷൻ ഉണ്ട്, വല്ലാതെ പ്രയാസങ്ങളൊക്കെ ഉണ്ട്. ഇതുപോലെ എന്ത് ചെയ്യും? ഖബറിൽ ഉണ്ടാവുന്ന പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? കാരണം എന്ന് പറയാം, ഇവിടെ നല്ലവരായി ജീവിച്ചാൽ അവിടെ എന്ത് ചെയ്യും? ഖബറിൽ സന്തോഷത്തോട് ജീവിക്കാൻ പറ്റുന്ന, അള്ളാഹിനെ ഓർത്ത് ഒരു മനസ്സമാധാനത്തോടു കൂടി റബ്ബിനെ ഓർത്തുകൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ ഖബറിൽ എന്ത് ചെയ്യും? അവർക്ക് രാവിലെയും വൈകുന്നേരം എന്ത് ചെയ്യും? സ്വർഗം കാണിച്ചു കൊടുക്കുന്ന. അതിനേക്കാളും വലിയ സമാധാനം വേറെന്താ വേണ്ടത് സഹോദരന്മാരെ? അതിനേക്കാളും വലിയ സന്തോഷം വേറെന്താ വേണ്ടത്? അതുകൊണ്ട് ഇൽമ നേടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? പ്രയത്നിക്കണം, വായിക്കണം, പഠിക്കണം, മറ്റുള്ളവരിൽ നന്മകൾ എന്ത് ചെയ്യണം? കേൾക്കാൻ എന്ത് ചെയ്യണം? തയ്യാറായി തീരണം. 4-മത്തെ കാര്യം എന്താണെന്നറിയോ? മനസ്സിന് സമാധാനം കിട്ടാൻ വേണ്ടി എന്ന് വെച്ചാൽ ആരാധനകൾ എന്ത് ചെയ്യണം? ആസ്വദിക്കണം. എല്ലാ ആരാധനകളും ആസ്വദിച്ച് ചെയ്യാൻ പറ്റണം. ഇപ്പം നമ്മൾ ചിന്തിച്ച് നോക്കട്ടെ, ഇപ്പോൾ ഒരാൾ ഒരു ഹജ്ജിന് പോവുകയാണ്, എത്ര മാസം മുമ്പ് ഒരുങ്ങും നമ്മൾ? ഇപ്പം ഈ അടുത്ത ഹജ്ജിന് വേണ്ടി ഒരുങ്ങുന്ന ആളുകൾ, അവർക്ക് പിന്നെ ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ പറയാൻ തുടങ്ങിയില്ലേ, ഇൻഷാ അല്ലാഹ് അള്ളാഹിന്റെ തൗഫീഖോട് കൂടി ഞാൻ ഇപ്രാവശ്യം ഹജ്ജിന് പോകുന്നു. അല്ല, ഒരു ഉംറക്ക് പോകുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഒരുങ്ങൂലേ? എന്താണ്? ആ ആരാധനകൾ നമ്മൾ ആസ്വദിക്കുകയാണ്. പിന്നെ നമ്മുടെ ചിന്തകൾ മുഴുവൻ എന്താണെന്ന് വെച്ചാൽ മക്കയിലേക്കാണ്. ആ ആരാധന കാര്യങ്ങൾ പഠിക്കുകയാണ് നമ്മൾ. ഇതേപോലെ മറ്റുള്ള ആരാധന കർമ്മങ്ങളും ആസ്വദിക്കാൻ എന്തെങ്കിലും കഴിയണം. അപ്പോൾ ഇബാദത്തിന്റെ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത് എന്ന് പറയുന്നത് നിസ്കാരമാണ്. ഒരാൾ മുസ്ലിമായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നിസ്കാരം വാജിബായി. ആ നിസ്കാരത്തെ ആസ്വദിച്ചുകൊണ്ട് അതിനെ സമീപിക്കാൻ കഴിഞ്ഞാൽ പിന്നെ ഓനക്ക് പള്ളിയിലേക്ക് വരാതിരിക്കാൻ കഴിയില്ല, ജമാഅത്ത് ഒഴിവാക്കാൻ പറ്റൂല. ഒരു മടിയുമില്ലാതെ കൃത്യമായി അവൻ യാത്രയിലാണെങ്കിലും ശരി, ഇനി രോഗിയാണെങ്കിലും ശരി, അവൻ എന്ത് ചെയ്യും? നിസ്കരിക്കും. കാരണം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, യാ ബിലാൽ അഖിമിസ് സ്വലാത്ത് അർഹനാ ബിഹാ, ബിലാലെ നീ എഴുന്നേറ്റിട്ട് ബാങ്ക് വിളിക്കുക, നിസ്കാരത്തിന് വേണ്ടി ബാങ്ക് വിളിക്കുക, ഞാനൊന്ന് റാഹത്താട്ടെ എന്നാണ്. നിസ്കാരത്തിൽ ഒരു സമാധാനം കിട്ടട്ടെ എന്നാണ്. എല്ലാ തിരക്കിൽ നിന്നും മാറി ഒരല്പനേരം ഇബാദത്തിൽ ഇരിക്കുക എന്നുള്ളത് വലിയൊരു ആശ്വാസമാണത്. ചിന്തിച്ച് നോക്കിയട്ടെ, കച്ചവടങ്ങൾ എന്ത് ചെയ്യുക? ഷോപ്പിൽ നിന്ന് മാറി, വീട്ടിൽ നിന്ന് മാറി, എല്ലാത്തിൽ നിന്നും മാറി, തിരക്കിൽ നിന്നൊക്കെ മാറിയിട്ട് ഒരു 10 മിനിറ്റ് പള്ളിയിൽ നിന്നുണ്ട് നിസ്കരിച്ചല്ലോ. മനസ്സൊക്കെ റബ്ബിന്റെ മുമ്പിൽ സമർപ്പിച്ച് നിസ്കരിച്ചു കഴിഞ്ഞാൽ അവനുണ്ടാകുന്ന സമാധാനം വേറെ തന്നെയാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ നിസ്കാരത്തിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ സമാധാനത്തോടു കൂടി വരണം എന്നാണ് പറഞ്ഞത്. ഓടിക്കതിച്ച് വരണം എന്ന് പറഞ്ഞില്ലേ? എന്തുകൊണ്ടാണ്? നിസ്കാരത്തിൽ ശരിക്കും ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. ആ നിസ്കാരത്തെ കൃത്യമായി ആസ്വദിച്ചുകൊണ്ട് നിസ്കരിക്കാൻ കഴിയണം. ഞാൻ എൻ്റെ റബ്ബിന്റെ മുമ്പിൽ എന്ത് ചെയ്യാണ്? ഞാൻ സംസാരിക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, വജുഇലതു ഖുർറതു ഐനി ഫിസ്സലാത്ത്, നിസ്കാരത്തിലാണെങ്കിൽ എനിക്കെന്ത് ചെയ്യുന്നത്? കൺകുളിർമ കിട്ടുന്നതും. നമുക്ക് അങ്ങനെ കിട്ടുന്നുണ്ടോ എന്നൊന്ന് ആലോചിക്കാം. നമ്മൾ നിസ്കാരത്തിലൊരു കൺകുളിർമ, നിസ്കാരത്തെക്കുറിച്ച് ചിന്തിച്ച് അള്ളാഹുമായിട്ടുള്ള ഒരു സംസാരമാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ള ബോധത്തോടു കൂടി എന്ത് ചെയ്യണം? നിസ്കാരത്തെ സമീപിക്കാൻ സഹോദരന്മാർ സാധിക്കണം. 5-മത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിക്ർ എന്ത് ചെയ്യുക? പതിവാക്കുക. എന്നാൽ തന്നെ മനുഷ്യന് മനസ്സിന് സമാധാനമാവും. നമ്മൾ ആലോചിച്ച് നോക്കട്ടെ, ഇന്ന് സുബൈക്ക് ശേഷം എത്ര ആളുകൾ സുബൈക്ക് ശേഷമുള്ള ദിക്റുകൾ ചൊല്ലി? നമുക്ക് സമയമില്ലായിട്ടല്ലല്ലോ, അല്ല, സമയം കാണാത്തത് കൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാ അലാ ബിദിക്രില്ലാ അലാ ബിദിക്രില്ലാ, അല്ലാഹുവിനെ ഓർക്കുന്നതിലൂടെ തത്മഇന്നുൽ ഖുലൂബ്, അവന്റെ മനസ്സിന് എന്താ ഈ സമാധാനം ഉണ്ടാവുന്ന പറഞ്ഞത്. മനസ്സിനൊരു സമാധാനം ഉണ്ടാകണമെങ്കിൽ അള്ളാഹുവിനെ കുറിച്ച് എന്തെങ്കിലും ഓർക്കണം. രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് അൽഹംദുലില്ലാഹില്ലദീ യഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹി നുശൂർ, അള്ളാഹിനെ ഓർക്കുകയാണ്. പടച്ചോനെ, ഒരു മരണത്തിന് ശേഷം വീണ്ടും ജീവിതം തന്നല്ലോ റബ്ബേ, നിനക്കാകുന്നു സർവസ്തുതിയും. പടച്ചോൻ എന്ത് ചെയ്യണം? ഓർക്കാൻ.
ആ ഓർക്കലിലൂടെ നമുക്ക് മനസ്സ് സമാധാനം കിട്ടാണ്. ഇല്ലെങ്കിലോ ഭയങ്കര ടെൻഷനായിരിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇതെല്ലാവർക്കും അറിയുന്നതാണ്. ഇത് ഒരാൾ 100 പ്രാവശ്യം ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫീ യൗമിൻ മിഅത മറ കാനത് ലഹു അദ്ലൻ 10 റികാബ്. 10 അടിമയെ മോചിപ്പിച്ച കൂലിയാണെന്നാണ്. 10 അടിമയെ മോചിപ്പിക്കാന്ന് പറഞ്ഞാൽ ഒരു അടിമയെ മോചിപ്പിക്കാൻ തന്നെ വലിയ സമ്പന്നനാവണം. 10 അടിമയെ മോചിപ്പിക്കുന്ന കൂലിയാണ്. 100 പുണ്യങ്ങൾ അല്ലാഹു ചെയ്യും, 100 പുണ്യങ്ങൾ അല്ലാഹു എഴുതി ചേർക്കുന്ന 100 തിന്മകൾ എന്നെയും അല്ലാഹു മായ്ച്ചു കളയും. രാവിലെ അങ്ങനെ അവൻ ചൊല്ലിയാല് വൈകുന്നേരം വരെ എന്തെയും പിശാച് അവൻ ഇടങ്ങേറാക്കൂല എന്നാ പറഞ്ഞത്. ഇത് നമുക്ക് ചൊല്ലാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇതൊക്കെ ചൊല്ലുമ്പോഴാണ് സഹോദരന്മാരെ മനസ്സിനൊരു സമാധാനം ഉണ്ടാകുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞേ, സുബ്ഹാനല്ലാഹി വബിഹംദി എന്നുള്ളത് ഒരു ദിവസം ഒരാൾ 100 പ്രാവശ്യം ചൊല്ലിയാൽ 100 നന്മകൾ അവൻ എഴുതി ചേർക്കപ്പെടും എന്ന് മാത്രമല്ല 100 തിന്മകൾ എന്തെയും മായ്ച്ചു കളയുന്ന. ഇതിന് വലിയ സമയം വേണോ? വേണ്ട. പക്ഷെ എന്താ വെച്ചാൽ ദിക്റുകൾ ചൊല്ലാൻ എന്താണ് നമ്മൾ അശ്രദ്ധരാണ്. ദിക്റുകൾ ചൊല്ലാൻ അശ്രദ്ധരാണ്. നമുക്ക് പള്ളിയിലേക്ക് നടന്നു പോകുന്ന സമയത്ത് ചൊല്ലാലോ സഹോദരന്മാരെ, പള്ളിയിലേക്ക് വരുന്ന സമയത്ത് ചൊല്ലാലോ, കച്ചവട സ്ഥാപനത്തിൽ നിന്ന് ചെല്ലാലോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നൊരാൾ ചൊല്ലിയാൽ അതെന്താണ്? കൻസും മിൻ കുനൂസിൽ ജന്ന, അത് സ്വർഗത്തിലെ നിധിയാണെന്ന്. ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്താണ്? റസൂലിന്റെ പേര് സ്വലാത്ത് വർദ്ധിപ്പിക്കാന്ന്. നമ്മുടെ എത്ര പ്രാവശ്യം ഇന്ന് സുബഹി മുതൽ അല്ലെങ്കിൽ ഇന്നലെ മഗ്രിബ് മുതൽ ഈ സമയം വരെ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്നുള്ള സ്വലാത്ത് സഹോദരന്മാരെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ? ഇതൊക്കെ ചൊല്ലുന്ന സമയത്താണ് സഹോദരന്മാരെ, ഇത് പതിവാക്കുന്ന സമയത്താണ് എന്ത് ചെയ്യുക, നമ്മുടെ ഒരു മനസ്സിന് എന്ത് ചെയ്യുക, സമാധാനം ലഭിക്കുക. ഇനി ദിക്റും ഈ കാര്യങ്ങളൊന്നും ഇല്ലാതെ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എപ്പോഴും ടെൻഷനായിരിക്കും. നിരന്തരമായി ദിക്റുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം ചൊല്ലിയിട്ടില്ലെങ്കിൽ അവർക്ക് മനസ്സിന് വല്ലാത്ത ടെൻഷൻ ഉണ്ടോ? പടച്ചോൻ ഇന്ന് ഞാൻ ചൊല്ലിയിട്ടില്ലല്ലോ. അതെന്താണെന്നറിയോ? ഈ ദിക്റ് തരുന്നൊരു സമാധാനം. അപ്പൊ മനസ്സിന് സമാധാനം ഉണ്ടാകണമെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള നിരന്തരമായ ചിന്തകൾ എന്ത് ചെയ്യണം? ഉണ്ടായിത്തീരണം. 6ാമത്തെ കാര്യം എന്താ വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് വെച്ചാൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം ചെയ്തു കൊടുക്കാൻ പറ്റണം. ആർക്കെങ്കിലും ഒരാളുടെ പ്രയാസം നമ്മൾ നീക്കി കൊടുക്കുക, അത് വലിയൊരു കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൻ നഫസ അൻ മുഅ്മിൻ ഖുർബതൻ മിൻ ഖുർബി ദുനിയ നഫസല്ലാഹു അൻഹു ഖുർബതൻ മിൻ ഖുർബി യൗമിൽ ഖിയാമ. ഒരു മുഅ്മിനിന്റെ ഒരു പ്രയാസത്തെ ദുനിയാവിൽ ഒരാൾ ദൂരീകരിച്ചു കൊടുത്താൽ, അവന്റെ പ്രയാസം ഇല്ലാതാക്കി കൊടുത്തു കഴിഞ്ഞാൽ അള്ളാഹു എന്തെയും അവന്റെ പ്രയാസം ഇല്ലാതാക്കുന്ന. എപ്പോന്നറിയാം? ഖിയാമത്ത് നാളിലുള്ള പ്രയാസമാണല്ലോ ഏറ്റവും വലിയ പ്രയാസം. ദുനിയാവിലെ ഒരു മുഅ്മിനിന്റെ പ്രയാസങ്ങൾ നമ്മൾ നീക്കി കൊടുത്തു കഴിഞ്ഞാൽ അവന്റെ പ്രയാസം അള്ളാഹു എന്തെയും നീക്കി കൊടുക്കുന്ന. വമൻ യസ്സറ അലാ മുഅ്സിരിൻ യസ്സറല്ലാഹു ഫിദ് ദുനിയ വൽ ആഖിറ. ഇനി ഒരാളുടെ പ്രയാസം ഒരാൾ നീക്കി കൊടുക്കുകയാണെങ്കിൽ അള്ളാഹു അവൻക്ക് എന്തെയും എളുപ്പമാക്കി കൊടുക്കും. ഫിദ് ദുനിയ വൽ ആഖിറ. ഇവിടെ മാത്രമല്ല, ആഖിറത്തിൽ മാത്രമല്ല, ദുനിയാവിലും എന്തെയും അവന്റെ പ്രയാസങ്ങൾ നീക്കി കൊടുക്കുന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് സഹോദരന്മാരെ, നമുക്ക് എന്തെങ്കിലും ഒരു രോഗിയായി കിടക്കുന്ന സമയത്ത് ആ മനുഷ്യനെ സഹായിക്കാൻ, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് ആ പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കാൻ എന്തെങ്കിലും സാധിക്കണം. ഈ സമയത്തൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്, പടച്ചോനെ നിന്റെ പ്രതിഫലമല്ലാതെ ഞാൻ വേറൊന്നും ആഗ്രഹിക്കുന്നില്ല എന്നുള്ള ചിന്തയാണ് ചെയ്യുന്നത് നമുക്കുണ്ടാവേണ്ടത്. 7ാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ശുജാഅത്താവണം, ധൈര്യമുണ്ടാവണം ജീവിതത്തിൽ. എങ്ങനെയാണ്? നമ്മൾ ഭീരുക്കളാവരുത്. നമ്മെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ചാൽ നമ്മുടെ ഭാഗത്ത് ഏത് കാര്യത്തിലും ശരിയെന്ന് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. തെറ്റ് പറ്റിപ്പോയില്ലെങ്കിൽ തിരുത്തിയാൽ മതി. നമ്മുടെ ഭാഗത്ത് ശരിയാണെങ്കിൽ ഒരാളെയും പേടിക്കേണ്ടതില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിശ്വാസികളാണ്. ഇസ്ലാം ആകുന്ന മതം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മൾ തന്നെയാണ് ഏറ്റവും വലിയ ഉന്നതർ, വേറെ ആരുമല്ല. സമ്പത്ത് കൊണ്ട് എന്തെങ്കിലും ഉന്നതരായി കാണണമെന്നില്ല. ചിലപ്പോൾ അവർക്ക് കൊട്ടാരം പോലുള്ള വീടുകളുണ്ടാവും, സ്ഥാപനങ്ങളുണ്ടാവും, ഒക്കെ ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മനസ്സിന് സമാധാനം ഉണ്ടാവില്ല. മനസ്സിനൊരു സമാധാനം ഉണ്ടാവില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലാ തഹനു വലാ തഹസനു വഅൻതുമുൽ ലഅലൗന
ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ ദൗർബല്യം കാണിക്കുകയോ ദുഃഖിക്കുകയോ ചെയ്യരുത്. നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഉത്തമർ. എന്ത് നല്ല വാക്കാണെന്ന് അറിയുന്നത്. ഒരു മനസ്സിൽ സമാധാനം കിട്ടുന്ന ഒരു വാക്കാണ് സഹോദരന്മാരെ. വിശ്വാസികളാണോ നിങ്ങളാണ് ഉന്നതർ, യാതൊരു സംശയമില്ല. അതുകൊണ്ട് ജീവിതത്തിൽ ശുജാഅത്തായി നടക്കാൻ എന്ത് ചെയ്യണം, സാധിക്കണം. ഭീരുക്കളാവരുത്, ഭീരുക്കളാകാൻ പാടില്ല. അതാണ് ഈ വിഷയത്തിൽ എന്ത് ചെയ്യുന്നത് ഉലമാക്കൾ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അങ്ങനെ മനസ്സിന് സമാധാനം ലഭിക്കുന്ന നല്ലവരുടെ കൂട്ടത്തിൽ സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹം ചെയ്യുമാറാകട്ടെ. ഇന്നൽ ഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹമുള്ള വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. മനസ്സിന് സമാധാനം ലഭിക്കുന്ന ചില കാര്യങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതിൽ 8ാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൻ്റെ അസുഖങ്ങളിൽ നിന്ന് എന്തെങ്കിലും മാറി നിൽക്കാൻ കഴിയണം. ഏതാണ് സത്യത്തിൽ അസുഖം? മനസ്സിൻ്റെ അസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനുഷ്യർക്ക് മഹാഭൂരിപക്ഷം ആളുകൾക്ക് ഉണ്ടാകുന്ന അസുഖങ്ങളാണ്. നമ്മൾ ചിന്തിച്ച് നോക്കട്ടെ, ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചികിത്സിക്കും? ഏറ്റവും നല്ല ചികിത്സയാണ് എന്ത് ചെയ്യുക, നമ്മൾ തിരഞ്ഞെടുക്കുക. കാരണം എന്താ വെച്ചാൽ അത് ആ അസുഖം എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറണം എന്നുള്ള ചിന്തയാണ്. ഇതേപോലെ നമ്മുടെ മനസ്സിനുണ്ടാകുന്ന ചില രോഗങ്ങളുണ്ട്. ഏതാണ്? പക ഉണ്ടാവും, വെറുപ്പുണ്ടാവും, മറ്റുള്ളവരോടുള്ള വിദ്വേഷം ഉണ്ടാവും. ഇതൊക്കെ നമ്മുടെ മനസ്സെന്തെങ്കിലും മാറ്റണം. ഒരു പകയോട് കൂടി ഒരു മനുഷ്യൻ ജീവിക്കുകയാണെങ്കിൽ ഒരു മനസ്സിന് സമാധാനം ഉണ്ടാവില്ല. നമ്മൾ ചോദിച്ചു നോക്കിയാട്ടെ, ഒരാൾക്ക് ഒരു നന്മ കിട്ടുന്നത് മറ്റൊരു അത്രയില്ല, ഇഷ്ടാവൂല. എന്നിട്ട് അവരിങ്ങനെ ആലോചിക്കുക, അവരെ നോക്കിയിട്ട്. ഒരാളുടെ കടയിൽ നിന്ന് ഒരാൾക്ക് സാധനം വാങ്ങുമ്പോൾ മറ്റേ കടക്കാർ വിചാരിക്കുന്ന എന്താണ്? അവരോട് അസൂയ. എന്ത് കാര്യമുള്ളത്? ഈ അസൂയ വെച്ചത് കൊണ്ട് എന്തും നേട്ടം ഉണ്ടാകുക സത്യത്തിൽ? അവന് ടെൻഷൻ അല്ലാതെ മറ്റുള്ളവരുടെ വീട് നോക്കിയിട്ട് എന്താ ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യുക, ടെൻഷൻ അടിക്കുക. അതിനെ കൂടെ എന്ത് കാര്യമുള്ള? ഒരു കാര്യമില്ല. ഇങ്ങനെയുള്ള പരസ്പരമുള്ള വെറുപ്പും വിദ്വേഷവും മാറ്റാൻ കഴിഞ്ഞാൽ തന്നെ സഹോദരന്മാരെ മനസ്സിനെന്ത് ചെയ്യും, ഒരു സമാധാനം ലഭിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് നമ്മൾ മാറ്റന്നെ വേണം. വിദ്വേഷങ്ങളില്ലാത്ത, പകയില്ലാത്ത, വെറുപ്പില്ലാത്ത ഒരു മനസ്സുമായി നടക്കാൻ കഴിഞ്ഞാൽ അവന് മനസ്സിനെന്ത് ചെയ്യും, ഒരു സമാധാനം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. 9ാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യണം, ഒഴിവാണ്. ചില ആളുകൾക്ക് എന്ന് വെച്ചാൽ ആവശ്യമുള്ള കാര്യത്തിലും ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ എന്ത് ചെയ്യുക, ഇടപെടുക. അതൊരു ഹോബിയാണ്. അത് പാടില്ല. നമ്മൾ ആവശ്യമുള്ള കാര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇടപെടാം. അനാവശ്യമായ കാര്യത്തിൽ എന്ത് ചെയ്യണം, മാറി നിൽക്കാൻ സാധിക്കണം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഏതാണ് ആവശ്യമില്ലാത്തത്? കാണാൻ പാടില്ലത് കാണരുത്, കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കരുത്, ചിന്തിക്കാൻ പാടില്ലാത്തത് ചിന്തിക്കണ്ട. മനസ്സിലായില്ലേ? ഒരാളെ കുറിച്ച് മോശമായി ചിന്തിക്കുക വേണ്ട. അതിനെ കൊണ്ട് എനിക്ക് എന്തെങ്കിലും നന്മ ഉണ്ടോ എന്ന് ആലോചിക്കുക. ഞാൻ അവനെ കുറിച്ചിട്ട് എന്തെങ്കിലും മോശമായി ചിന്തിച്ചു കഴിഞ്ഞാൽ, അങ്ങനെയാണല്ലോ നമുക്ക് ഒരാളോട് ഒരു വെറുപ്പും വിദ്വേഷം ഉണ്ടാകുമ്പോൾ പിന്നെന്താ വെച്ചാൽ അയാൾ എന്ത് നന്മ ചെയ്താലും അത് തിന്മയിലേക്ക് എന്ത് ചെയ്യും, നമ്മൾ മാറ്റിയെടുക്കും. അങ്ങനെയാണ്. അയാളോട് വിദ്വേഷം ഉണ്ടാകുക, പക ഉണ്ടാകുക. അപ്പൊ എന്താ വെച്ചാൽ ഈ അനാവശ്യമായ കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യാണ്, മുന്നോട്ടിറങ്ങാണ്. അയാളെ കുറിച്ച് എന്ത് ചെയ്യുക, മോശമായ കാര്യങ്ങൾ പറയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ ഇന്നസ്സംഅ വൽ ബസറ വൽ ഫുആദ് കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. നമ്മുടെ കേൾവിയും കാഴ്ചയും ഹൃദയം എല്ലാം പടച്ചോൻ ചോദിക്കുന്ന പറഞ്ഞത്. സഹോദരന്മാർ, നമ്മൾ ചിന്തിക്കുക, നല്ലത് ചിന്തിക്കുക. ഒരാളെ കുറിച്ചിട്ട് മോശമായത് കേട്ടാൽ അത് അയാളോട് ചോദിക്കുക. നമ്മൾ അങ്ങനെയാണല്ലോ, ഒരാളെ കുറിച്ച് എന്തെങ്കിലും പറയുന്ന സമയത്ത് സഹോദരൻ നീ അയാളോട് പറയാം. അയാൾ നന്നാവണമെന്ന് ആഗ്രഹമാണെങ്കിൽ അയാളോട് പറഞ്ഞു കൊടുക്കുക. അങ്ങനെയാണോ? ഇനി അയാളെക്കുറിച്ച് മോശമായി കേട്ട് കഴിഞ്ഞാൽ അയാളോട് നേരിട്ട് ചോദിക്കുക, ഇതാ നിന്നെക്കുറിച്ച് ഇങ്ങനെ കേട്ടിട്ട് ശരിയാണോ? ആ ശരിയാണ്, എന്നാൽ ആ തെറ്റ് തിരുത്തൻ കേട്ടോ എന്ന് നല്ലൊരു ഉപദേശമാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഒരാൾ നന്നാകാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഞാൻ പറഞ്ഞത് ആവശ്യമില്ലാത്ത കാര്യത്തിൽ എന്ത് ചെയ്യരുത്, അത് കേൾക്കാനോ കാണാനോ അല്ലെങ്കിൽ ചിന്തിക്കാനോ ഇടപെടരുത്. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ എന്ത് വെച്ചാൽ
ആവശ്യമുള്ള കാര്യത്തിൽ നമ്മൾ ഇടപെട്ടാൽ തന്നെ മനസ്സിന് സമാധാനം ഉണ്ടാവും, ഉറപ്പാണ്, യാതൊരു സംശയമില്ല. പത്താമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട വിഷയമാണിത്. നമ്മുടെ മനസ്സിനൊരു സമാധാനം കിട്ടണമെങ്കിൽ, ഒരു ശാന്തി കിട്ടണമെങ്കിൽ പ്രവാചകന്റെ സുന്നത്തുകൾ എന്ത് ചെയ്യണം? അനുധാവനം ചെയ്യണം. പറ്റാവുന്ന സുന്നത്തുകൾ മുഴുവൻ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യാൻ കൊണ്ടുവരണം. ഇപ്പോൾ ഞെരിയാണിക്ക് മുകളിൽ വസ്ത്രം ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവാചക ചര്യയാണ്. പ്രവാചകൻ ശക്തമായി പഠിപ്പിച്ചതാണ്. വലത്തേ കൈകൊണ്ട് കുടിക്കുകയും ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രവാചകൻ ശക്തമായി പഠിപ്പിച്ച കാര്യമാണ്. അത് തെറ്റിക്കാൻ പാടില്ല. നമ്മൾ രാത്രി നിസ്കാരം പ്രവാചകന്റെ സുന്നത്താണ്. പ്രവാചകൻ പഠിപ്പിച്ച ശക്തമായ സുന്നത്താണ്. നിസ്കാരത്തിന് മുമ്പും ശേഷമുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ നോക്കിയട്ടെ. ഇങ്ങനെ ഓരോ കാര്യങ്ങളും സുസലതാലിസ്ലം പഠിപ്പിച്ചില്ലേ അല്ലേ? നിങ്ങൾ തുപ്പാണെങ്കിൽ പോലും അത് ഏത് ഭാഗത്ത് തുപ്പണം എന്ന് കൂടി പ്രവാചകൻ പഠിപ്പിച്ചില്ലേ? ഇടത് ഭാഗത്തേക്ക് തുപ്പണം എന്നുള്ളത്. നിങ്ങൾ ചെരുപ്പ് ധരിക്കുന്ന സമയത്ത് ആദ്യം വലത്തെ കാല് ധരിക്കണം എന്ന് പഠിപ്പിച്ചില്ലേ? ഇടത്തെ കാലായിരിക്കണം നിങ്ങൾ ആദ്യം അഴിക്കേണ്ടതെന്ന് പഠിപ്പിച്ചില്ലേ? ഇങ്ങനെ നോക്കിയട്ടെ, ഇങ്ങനെ ചെറിയ ചെറിയ സുന്നത്തുകൾ പോലും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കുകയാണെങ്കിൽ സഹോദരന്മാരെ, മനസ്സൊരു സമാധാനം ഉണ്ടാവും. എനിക്കിന്നൊരു സുന്നത്ത് ചെയ്യാൻ കഴിഞ്ഞല്ലോ, എൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചതാണല്ലോ. ഇപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിന് തോന്നുന്നുണ്ടാവില്ലേ, ഒരു പക്ഷേ ഇതൊക്കെ ചെയ്യണം എന്നുള്ളത്. അത് ചെയ്യുമ്പോൾ സഹോദരന്മാരെ മനസ്സിനൊരു സമാധാനം ഉണ്ടാകും എന്നുള്ള കാര്യം സംശയമില്ല. അതുകൊണ്ട് ഈ പറയപ്പെട്ട ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുക? ഒരു മനസ്സിനൊരു സമാധാനത്തോടു കൂടി ജീവിക്കാൻ കഴിയും. കുറച്ചു കാലമാണ് ദുനിയാവിൽ എന്ത് ചെയ്യുക? നമ്മൾ ജീവിക്കുക. ഈ ദുനിയാവിൽ ജീവിക്കുന്ന സമയത്ത് ഒരു മനസ്സമാധാനത്തോടു കൂടി ജീവിക്കണമെങ്കിൽ പടച്ചവനെ കുറിച്ചുള്ള ചിന്ത ഉണ്ടാവണം. പ്രവാചകൻ പഠിപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ എന്ത് ചെയ്യണം? കൊണ്ടു നടക്കാൻ എന്ത് ചെയ്യണം? നമുക്ക് സാധിക്കണം. അങ്ങനെയുള്ള നല്ലവരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹം ചെയ്യുമാറാകട്ടെ. സഹോദരന്മാരെ, ഒരുപാട് ആളുകൾ രോഗം കൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. ഇപ്പോൾ ഹോസ്പിറ്റലിൽ കഴിയുന്ന ആളുകളുണ്ട്. പ്രത്യേകമായി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ആളുകളുണ്ട്. ഈ സമയത്ത് പോലും ഹോസ്പിറ്റലിലേക്കുള്ള യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. പലരും രോഗങ്ങൾ കൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും അവരുടെ രോഗത്തിന് ശമനം നൽകി അള്ളാഹു അനുഗ്രഹം ചെയ്യുമാറാകട്ടെ. നമ്മളത് മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകൾക്ക് അള്ളാഹുവെ നീ അവരുടെ ഖബർ വിശാലമാക്കി കൊടുക്കുകയും അവരെയും ഞങ്ങളെയും നീ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹം ചെയ്യുമാറാകണമേ. നന്മകൾ ചെയ്യുന്ന നല്ലവരുടെ കൂട്ടത്തിൽ അള്ളാഹു ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹം ചെയ്യുമാറാകണമേ. സകലമായ തിന്മയിൽ നിന്നും മാറി നല്ലൊരു ജീവിതം നയിക്കുവാൻ അള്ളാഹു ഞങ്ങളെല്ലാവരെയും നീ സഹായിക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങൾ ചെയ്യുന്ന ഓരോ നല്ല പ്രവർത്തനങ്ങളും അള്ളാഹുവെ ഞങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുമാറാകണമേ. അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.